โอเคไม่กลัวว่าเน็ตเลยഇത് നമ്മൾ ആ ബാഗ ബീച്ചിൻ്റെ അകത്തേക്ക് പോകണേണ്. അപ്പോൾ കാണാനുള്ള ഇതാണ് നമ്മളിത് ആ ഒരു സ്ട്രെച്ച് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണേ ബാഗ ബീച്ചിൻ്റെ. കേട്ടോ വളരെ കളർഫുള്ളാണ് ഇവിടെ. പിന്നെ കളർഫുള്ളാണ്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ടൂറിസ്റ്റുകൾ, അതായത് വിദേശികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് ഇവിടെ. വിദേശികളൊക്കെ വളരെ കുറവാണെന്നാണ് പലരും ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ അവിടെ ഒരു പുള്ളിൻ്റെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു വിദേശികളൊന്നും ഇപ്പം ഇല്ല, കൂടുതലും മീൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. കൂടുതൽ ഈ റഷ്യയുടെയൊക്കെ പ്രശ്നം നടക്കുക, കൂടുതൽ റഷ്യൻസാണ് ഇവിടെ വരുന്നത്, റഷ്യൻസ് ഇസ്രായേലികളും. അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്തും പ്രശ്നങ്ങളായതുകൊണ്ട് വളരെ കുറച്ച് ടൂറിസ്റ്റുകാർ, ഫോറിൻ ടൂറിസ്റ്റുകാരൊക്കെ ഉള്ളൂ. അവിടെ അറ്റം വരെ ഉണ്ട് ഇത് വാഗ ബീച്ച്. ഇവിടെ ബീച്ചുകളുടെ ഒരുപാടുണ്ട് ബീച്ചുകൾ ഗോവയിൽ. ഇത് നടന്ന് പറ്റുന്നില്ല, കാല് പൂണ്ട് പോകുന്നു, മണ്ണല്ലേ. പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇന്നലെ ഇവിടെ വന്നെന്ന് പറയില്ലേ, ഇന്നലെ ഞാൻ ഇതിൻ്റെ ഈ ആ അറ്റത്താണ് ഞാൻ അവിടെ ഒരു എൻട്രൻസും കണ്ടുകൊണ്ട് അവിടെ നിന്നും കണ്ടോ ഞാൻ വന്നത്. ഇവിടെ നിന്നല്ല, ഈ എൻട്രി അല്ല വന്നത്. അപ്പോൾ അവിടെ ഇതേപോലെ ഉണ്ട്, മീൻസ് ഇത് മൊത്തം ഇങ്ങനെ ഉണ്ട് അവിടം വരെ. ഇവിടെയൊക്കെ ജസ്റ്റ് ഇരിക്കാൻ തന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഇരുന്ന് ഹുക്ക പോലുള്ള ഹുക്ക ഉണ്ട്, അതേപോലെ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതൊക്കെ ഉണ്ട്. ഈ ഇരിക്കണതിന് വരെ പേയ്മെൻ്റ് ഉണ്ട്. ലൈക്ക് നമ്മളൊന്ന് ഓർഡർ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. മൊത്തത്തിൽ വളരെയധികം എന്താ പറയുക കളർഫുള്ളാണ്. കളർഫുൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ രസകരമായിട്ടാണ് ഇതാക്കിയിരിക്കണം. അതുപോലെ ഇതിൽ വീഡിയോ എത്രമാത്രം എനിക്ക് വീഡിയോയിൽ വരുന്നുണ്ടെന്ന് അറിയില്ല, കാരണം ഞാനിത് ഗോപ്രോയിലാണ്, ആക്ഷൻ പ്രോ. നമുക്ക് ഒരുപാടുണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ഒരു എന്താ പറയുക ബീച്ച് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ആ ഒരു സെറ്റപ്പാണ് ഇതുണ്ട്. ഒരുപാടുണ്ട് നമുക്ക്. ഇത് ഈ ബീച്ച് മൊത്തം ഇങ്ങനെ കളറായിട്ട് ഇരിക്കുന്നത്, ലൈറ്റായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറ്റം വരെ ഉണ്ടോ, അറ്റം വരെ നമുക്ക് ഇതിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ലൈറ്റ് വർക്കൊക്കെ ആയിട്ടുള്ളതാണ്. അത്യാവശ്യമൊക്കെ ആൾക്കാരുണ്ട്, ക്രൗഡുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സീറ്റിൻ്റെയൊക്കെ അവിടെയൊക്കെ കുറേ ഭാഗത്തൊക്കെ എം ടി ആണ്, പ്രത്യേകിച്ച് സീറ്റ്സ് ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ ആള് നമ്മളൊന്ന് വെറുതെ പിടിച്ചു, അപ്പോൾ വീഡിയോ പുള്ളിനെ കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ. ഇതൊക്കെ നമുക്ക് എന്താ റെസ്റ്റോറൻറ്റ്സ് ആണ്, കൂടുതൽ ലിക്കർ ഫുഡൊക്കെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇവിടെയും പട്ടികളൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. വരുന്ന ഈ ഒരു ഭാഗം ഏരിയ കണ്ടില്ലേ, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് സോഷ്യലൈസ് എന്ന് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
അന്തർദേശത്തെ വീഡിയോ നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ വരെയൊക്കെ എൻട്രി ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കാശ് അത് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. ഞാൻ അതൊക്കെ തിരിച്ചു തന്നെയാണ്. ഇതാണ് നമുക്ക് ആ ഒരു കാഴ്ച. നിങ്ങൾ ഈ കാശുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയോ. കാശുണ്ടെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് മീൻസ് അങ്ങനെ ആവശ്യമല്ല, ചിലവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുടിച്ച് ഇതൊക്കെ ആക്കാനായിട്ട് പൈസ ഫണ്ടുണ്ടെങ്കിൽ ബെസ്റ്റ് സ്ഥലമാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് സ്ഥലമാണ് ഗോവ. ഉണ്ട് ഒരുപാട് ഇങ്ങനെ കൂടാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഹുക്ക ശീശ അതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ നടന്ന് ആ സൈഡാണ് നമ്മൾ മൊത്തം കവർ ചെയ്തത്. ബീച്ച് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്തത്. ഇവിടെ നിന്നാണ് ഇവിടെ കുറേ എൻട്രൻസുകളുണ്ട്. ഈ ഒരു സൈഡാണ് ഇതൊരു കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടാണെങ്കിലും നല്ല സ്പോട്ടുകളുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല പുള്ളിക്കാരൻ അടിപൊളി ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. സ്പോട്ടുകളുണ്ട്. അത്യാവശ്യം ക്രൗഡും ഉണ്ട് കേട്ടോ ഇന്ന്. ഇല്ലേ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ മാത്രമേ ഞാൻ വന്നുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടെ വന്നത്. ക്രൗഡൊന്നും അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല. വരുന്നു അതുകൊണ്ടോ നമ്മൾ ഒരു ബോട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു ബോട്ട് ഡിസൈൻ ചെയ്ത് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കുന്ന രീതിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നു. അത്യാവശ്യം നല്ല വലിയ ബീച്ചുണ്ടോ കേസ്. അറ്റം വരെ ഉണ്ട് ബീച്ച്. നമുക്ക് നടന്നാൽ പോലും തീരില്ല, അത്ര ഉണ്ട് ബീച്ച്. പിന്നെ നല്ല മണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് പൂണ്ടു പോകുന്ന രീതി, ഭയങ്കര സോഫ്റ്റ് മണ്ണാണ്. നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. നമുക്ക് വരുന്നത് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല കൊള്ളാട്ടോ, നല്ല ഡിസൈനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് അത്യാവശ്യം രീതിക്ക് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ലൈറ്റ്സ് അടിപൊളിയായിട്ട് കാര്യമാണ്. വേറെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ബീച്ച് ഷാക്ക്, സാംസ് ബീച്ച് ഷാക്ക് എന്ന് പറയുന്നത്. കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോട്ടോ സ്പോട്ടുകളുണ്ട്. അറ്റം വരെ ഉണ്ട്, അറ്റം വരെ ഉണ്ട്. വേറൊരു കഫേയാണ്, കഫേ ഓഷ്യാനിക് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് കഫേസ് ഉണ്ട് ഇവിടെ. മീൻസ് ബീച്ച് മൊത്തം ആ ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റിക്ക് ആയിട്ടുള്ള മൊത്തം സെറ്റപ്പുകളാണ് എല്ലായിടത്തും ഫുൾ. ഇവിടെ നിന്ന് നമുക്ക് വേറെ ഇത് കുറേ എൻട്രി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം ബീച്ചിലേക്ക്. അതായത് വലിയ ബീച്ചാണ്, അപ്പോൾ ഒരുപാട് എൻട്രി പോയിന്റുകളുണ്ട്. ഇത് വേറൊരു കഫേയാണ്. നമ്മളിപ്പോൾ നടന്നൊരു അറ്റം വരെ എത്തി നമ്മൾ ആക്ച്വലി.
ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഇത് കാണോ, സൈക്കിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഇട്ട് അടിപൊളിയാക്കി വെച്ചു. അത്യാവശ്യം ഇവിടെ ടൂറിസ്റ്റുകാരൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു മലയാളികളാണ് കേട്ടോ, ഒരു മലയാളം സംസാരം മലയാളികളാണ്. വേണ്ട വെറുതെ പരിചയപ്പെടണ്ട. ഇവിടെ അറ്റത്തെത്തി നമുക്ക് ഐ ലവ് ഗോവയുടെ ഇതൊക്കെ കാണാം. പിന്നെ ബീച്ച് പരന്ന് വിശാലമായിട്ട് കിടക്കണം. ഇനി അതിൻ്റെ അറ്റം വരെ ഉണ്ട് ബീച്ച്. കുറേ പേര് കളിക്കുന്നുണ്ട് ഇവിടെ, ഹിന്ദിക്കാരാണ് പോകുന്നത്. ഇവിടെയൊക്കെ മലയാളീസ് ഉണ്ട്, മലയാളം പറയുന്നത്. വേറൊരു കഫേയാണ്, സേവിയേഴ്സ് കഫേ. ജസ്റ്റ് അവിടം വരെ നടന്നു നോക്കാം നമുക്ക്. സേവിയേഴ്സ് കഫേ നമുക്ക് ജസ്റ്റ് അകത്തേക്ക് കയറാം. വെറുതെ ഒന്ന് അകത്തേക്ക് കയറാം. ഒന്നുമില്ല അകത്ത്, ജസ്റ്റ് കുറേ ബിയറും അതൊക്കെ ഉള്ളു, ലിക്കറൊക്കെ ഉള്ളു. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ DJ പോലത്തെ സെറ്റപ്പാണ്. പിന്നെ DJ കളിക്കാൻ ആരുമില്ല. വെറുതെ ബിയറിൻ്റെ ഒന്ന് വില വിളിക്കാം. बियर कितना है बोतल? नहीं सर, प्राइस आपको एक बोतल के लिए? कौन सा? बडवाइजर वो मैग्नम है 300 होगा वो। 600 ml का बोतल है? 700 का, ओके 300 राइट, ओके। अभी इधर टूरिस्ट कम है क्या? Yes. Kirana space. ഇത്രയും ലൈറ്റിങ്, ഇത്രയും നല്ല ഇതിൻ്റെ ഒരു അംശം ലൈറ്റിങ് പോലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. കൊച്ചിൻ എന്താ പറയുന്നത്, നമ്മുടെ കൊച്ചിൻ കാർണിവലിൽ ഇതിൻ്റെയൊക്കെ ഒരു പകുതി എന്നല്ല, തീരെ ലൈറ്റ് വർക്ക്സ് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. മെയിനായിട്ട് ഇതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോട്ടലുകളുടെയും അതിൻ്റെയൊക്കെ. ഇവിടെ ശരിക്കും ബിയറിന് ആക്ച്വലി വില കുറവാണ്. ഇവിടെ അല്ല ഉദ്ദേശിച്ചത്, പുറത്ത് വില കുറവാണ്. അത് തന്നെ MRP പ്രൈസ് തന്നെ ആയിരിക്കും ഇവിടെയും കാണിക്കുന്നത്, പക്ഷേ ഡബിൾ ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. നമുക്കിനി പതുക്കെ റോഡിലൊക്കെ ഇട്ട് കിടക്കാം. കാല് ഭയങ്കര വേദനെടുക്കണ്ടേ, ഭയങ്കര ഒരു എന്താ പറയുക, മണ്ണ് അത്രയും സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നടക്കാൻ തന്നെ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. സോ ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ച് നടക്കണ വഴി നമ്മളൊരു വാട്ടർ ആക്ടിവിറ്റിയുടെ ഞാൻ പോകണമെന്ന് വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലം കണ്ട്, ഇതാണ് ആ ഒരു ഏരിയ വാട്ടർ ആക്ടിവിറ്റി. ഇവിടെ ഓൾറെഡി വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതല്ല കേട്ടോ വാട്ടർ ആക്ടിവിറ്റി. അപ്പോൾ ഞാനിവിടെ വാട്ടർ ആക്ടിവിറ്റിയുടെ ഇത് ഇതാക്കി. ഇതാണ് ഇതിൻ്റെ ആള്, മെയിൻ ആള്. അപ്പം സയ്യിദ്, ഓക്കെ. സോ ആ പുള്ളിയാണ് നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തന്നത്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത പാക്കേജ്. ഏകദേശം നമുക്ക്
ഈ ഒരു പാക്കേജാണ് നമ്മൾ എടുത്തത്. ഇതെല്ലാം ഉണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, അതേപോലെ ജെറ്റ് സ്കീ, അതേപോലെ തന്നെ നമുക്ക് സ്കൂബ ഡൈവിംഗ് വരുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് 10 minutes होगा ना? Our maximum time is 30 minutes. Okay. It depends on your comfortable. Okay. How comfortable is your even but वाटर पानी पे. ओके depend on comfort like 15 minutes, 20 minutes, 25 minutes. Depend on your comfortness. ओके ओके. Okay. Our maximum time is 30 minutes. Proper scuba diving with complimentary picture. इसमें അപ്പൊ എനിക്ക് പുള്ളി 1700 രൂപക്കാണ് മൊത്തം ഇത് തന്നേക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ പാരാസെയിലിംഗ് ഉണ്ടാവും, ബനാന റൈഡ്, ബനാന റൈഡ്, സ്കൂബ diving, jet ski, bumper ride, speedboat. Total 6 rides. 6 rides, including pick up and drop from the hotel. Okay. Complimentary breakfast, complimentary lunch, anything like South Indian lunch, everything. Okay. Soft drink and water bottle also, and 45-kilometer boat ride towards Grand Island. Okay. Including dolphin sightseeing and other attraction sightseeing also, like Jimmy Place, Lighthouse, Lower Fotogola. Okay. Sightseeing by boat also included in your package. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ 9 മണിക്കായിട്ട് 9 o'clock തൊട്ട് തുടങ്ങും. 9 o'clock Morning 8 o'clock pick up. Okay. If you are come directly at our boating point, you can come morning 9 a.m. 9 o'clock. Okay. 9 to 4. It depends on ending time, maybe 4 to 4:30. 4:30 maximum. Okay. सर आपका वो यहाँ का एड्रेस? ये सर ये बागा बीच में ये आपको आना ट्रेवल टाइम टूर ट्रेवल नियर नाजरी रिसोर्ट बागा कलंगूट रोड पड़ता है, टिटोस लाइन के पास में. ഓൾറെഡി ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോയുടെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ ലൊക്കേഷനും അതേപോലെ തന്നെ ഇവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഇടാക്കി. അപ്പോൾ ആരെങ്കിലും ഗോവ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ है ना, जो भी आदमी कॉन्टैक्ट करेगा आप वहाँ से कर सकते हैं ना. ओके. दूसरा कुछ एक्टिविटीज का? दूसरा एक्टिविटीज में हमारे पास ये नाइट क्रूज पार्टी का पैकेज रहता है. നമുക്കൊരു നൈറ്റ് ക്രൂസ് പാർട്ടി ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു नाइट क्रूज पार्टी. 4 hours cruise party. Okay. Including unlimited 4 hours DJ music party. Okay. Unlimited buffet dinner. Okay, and 4 complimentary drinks also in your package. Okay. And starter place also. Okay. Evening 8 o'clock to 12 o'clock 4 hour trip. 4 hour trip. Okay. This is luxury cruise party. Luxury dinner cruise party at Panching. Okay. Including pickup and drop also available from like Baga, Kalangut, Kandolin. So इसमें लग्जरी क्रूज शिप में फूड और बेवरेज. हाँ, फूड बेवरेज, स्टार्टर, स्नैक्स, एवरीथिंग. सब And कुछ है. 4 hours cruise party. Like 4 hours. DJ, Bollywood music, South Indian music, Bond folk dance, different type of dance program, everything. Everything. Okay. 4 hours total. Yeah. So shoot time of starting? Its starting time is evening 8 o'clock. 8 o'clock. And ending time is night 12 o'clock. Night 12 o'clock. Okay. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് വരുന്നത്. പിന്നെ ടോട്ടൽ എമൗണ്ട് ഹൗ മച്ച്? The total amount is 1,800. Okay. If you are come to buy this video, Okay. we provide only 1,200 rupees per person. ഓക്കെ ഗൈസ്. അപ്പോൾ അതാണ് നമുക്ക് ഭയങ്കര ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 1200 രൂപക്ക് ഈ വീഡിയോ കണ്ട് വരുന്നവർക്ക് 1200 രൂപക്ക് കിട്ടും ഫുള്ള്. അതായത് 4 മണിക്കൂർ ക്രൂസ് പാർട്ടി, DJ അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം ഫുഡ് അതേപോലെ ബീവറേജ് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും വരുന്നത്. നമുക്കപ്പോൾ 8 മണിക്ക് കയറിയിട്ട് നമുക്ക് ഏകദേശം 12 മണി വരെയാണ് പാർട്ടി വരുന്നത്. അപ്പം അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വരണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പറും ഫോൺ നമ്പറും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്യാവശ്യം എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. പിന്നെ നാളെ നമുക്ക് എന്തായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്സ്. ഓക്കെ, मैं कॉन्टैक्ट करेगा.